നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന ഗുരുതര ആരോപണവുമായി CPI നേതാവും തൃശൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ. പൂരം നടത്തിപ്പുകാർക്കും പോലീസിനും ഇതിൽ വ്യക്തമായ പങ്കെന്നും സുനിൽകുമാർ. പൂരം അലങ്കോലമാക്കിയതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദി ഇടതുപക്ഷം മാത്രമാണെന്ന് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് മോഷ്ടിച്ച് കടത്തി ഗുരുവായൂരിൽ ഉപേക്ഷിച്ചു. ബസ് കടത്തിക്കൊണ്ടുപോയത് മുൻ ഡ്രൈവറായിരുന്ന യുവാവ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പരാതിയില്ലാത്ത സാഹചര്യത്തിൽ വിട്ടയച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സെപ്റ്റംബർ 5 തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നൈറ്റും മെഗാ ഷോയും ഇതോടൊപ്പം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. ഗുരുവായൂർ തിരുവെങ്കിടം കർണംകോട്ട് ബസാർ എന്നീ റോഡുകൾ നഗരസഭ അടയ്ക്കുകയാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ M കൃഷ്ണദാസ്. മറ്റ് പ്രചരണങ്ങളെല്ലാം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും വാസ്തവവിരുദ്ധമെന്നും ചെയർമാൻ. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും പൂരം നടത്തിപ്പുകാർക്കും പോലീസിനും പങ്കുണ്ടെന്നുമുള്ള ഗുരുതര ആരോപണവുമായി CPI നേതാവും തൃശൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ രംഗത്ത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അലങ്കോലമാക്കിയത്. പകൽ സമയത്ത് പ്രശ്നമില്ലായിരുന്നുവെന്നും രാത്രി പൂരമാണ് നിർത്തിയതെന്നും സുനിൽകുമാർ പറഞ്ഞു. പൂരം കലക്കിയത് ഗുണഭോക്താക്കൾക്കാണ് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തത്. നേതൃത്വം കൊടുത്തത് ആരായാലും പുറത്തുവരണം. അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടണം. കാരണം ജനങ്ങൾക്ക് ഇതിന് സത്യം അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം വിശ്വാസപരമായ വിഷയമുണ്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്. ഏതായാലും ആ പൂരം കലക്കിയതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ആ പൂരത്തിന്റെ കലക്കിയതിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. ADGP അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന് നേരിട്ടറിയില്ല. അൻവർ പറഞ്ഞ വിവരമേ ഉള്ളൂ. BJP സ്ഥാനാർത്ഥി RSS നേതാക്കൾക്കൊപ്പമാണ് വന്നത്. പൂരം കലക്കിയത് യാദൃശ്ചികമായല്ല. പോലീസ് മാത്രമല്ല, പൂരത്തിന്റെ നടത്തിപ്പുകാർക്കും പങ്കുണ്ട്. അന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം. രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ ആരാണ് തീരുമാനിച്ചത്? പൂരം കലക്കിയത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ല. പൂരം കലങ്ങിയതിന് ഇരയാക്കപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് താനെന്നും സുനിൽകുമാർ പറയുന്നു. എനിക്കതിന് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അന്നത്തെ പൂരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രതികൂട്ടിലാക്കപ്പെടുന്ന നിലയിലേക്ക് ആളുകളുടെ ചർച്ച ഉണ്ടാകുന്നു. അതിന്റെ ആ രീതിയിലുള്ള പ്രചരണം വ്യാപകമാകുന്നു. ആ പ്രചരണം പിന്നെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. BJP സ്ഥാനാർത്ഥിയെ രാത്രി ആംബുലൻസിൽ എത്തിച്ചത് യാദൃശ്ചികമല്ല. ആരാണ് പിന്നിലെന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. 2:45 മണി നേരത്ത് പിന്നെ BJP സ്ഥാനാർത്ഥിയെ ആംബുലൻസിൽ കൊണ്ടുവരുന്നു. RSS നേതാക്കന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ തൃശ്ശൂർ ജില്ലക്കാരല്ല, അത് സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള ആൾക്കാർ അവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് യാദൃശ്ചികമാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ? അത് പുറത്തു വന്നാൽ മതിയാവും. ADGPയെ ബന്ധപ്പെടുത്തി ഒരു കമന്റ് പറയാനില്ല. തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് CPIയുടെ ആവശ്യം. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. റിപ്പോർട്ട് പുറത്തുവിട്ടാലേ ചേരയാണോ മൂർഖനാണോ എന്നറിയൂവെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ പാപഭാരത്തിൽ നിന്ന് കൈ കഴുകാനുള്ള ശ്രമമാണ് ഇടതുപക്ഷം നടത്തുന്നതെന്ന് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. പൂരം അലങ്കോലമാക്കിയതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദി ഇടതുപക്ഷം മാത്രമാണെന്നും വാർത്താ സമ്മേളനത്തിൽ അനീഷ് കുമാർ പറഞ്ഞു. പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസുമായി BJP ഗൂഢാലോചന നടത്തിയെന്നത് ബാലിശമായ ആക്ഷേപമാണ്. പൂരത്തിനു മുന്നോടിയായി വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നത് വ്യക്തമാണ്. VS സുനിൽകുമാറും K രാജനുമാണ് ഗൂഢാലോചന നടത്തി പൂരം അട്ടിമറിക്കാൻ നിർദ്ദേശം നൽകിയത്. പൂരം അട്ടിമറിക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ നയമായിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇടതുപക്ഷത്തിന്റെ രീതിയാണ്. ക്ഷേത്രോത്സവങ്ങളെയും ആചാരങ്ങളെയും തകർക്കുകയെന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയം. ഒരു ഇടതുപക്ഷത്തിന്റെ രീതിയാണ് ക്ഷേത്ര ഉത്സവങ്ങൾ, ആചാരങ്ങൾ അത് തകർക്കുക എന്നുള്ളത് ഇടതുപക്ഷ നയമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ നിരീശ്വരവാദികളാണ്. ഇത്തരം വിശ്വാസങ്ങളെയൊക്കെ അവജ്ഞയോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ്. ഒരു ആരാധനാലയം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു. ക്ഷേത്രങ്ങളും പള്ളികളും തകർത്ത് അവിടെ കപ്പ നടണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ശബരിമലയിൽ ചെന്ന് തീർത്ഥം കൊടുത്ത സമയത്ത് സാനിറ്റൈസറാക്കി കൈ കഴുകിയിട്ടുള്ള ദേവസ്വം മന്ത്രിയുള്ള നാടാണ് കേരളം. ഗുരുവായൂരിൽ വന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നോക്കി ആ കാണുന്നയിടത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം.
ശബരിമലയിലെ ആചാരലംഘനത്തിന് അവർ ചെയ്ത കാര്യങ്ങൾ തന്നെ തെളിവ്. പൂരം എക്സിബിഷന് തറവാടക വർദ്ധിപ്പിച്ചും കുടമാറ്റത്തിന് കുടകളെത്തിക്കുന്നതിന് തടസ്സം നിന്നും പൂരക്കമ്മിറ്റി ഭാരവാഹികളെ പൂരപ്പറമ്പിൽ പ്രവേശിപ്പിക്കാതെയും പൂരമെഴുന്നള്ളിപ്പ് കടത്തിവിടാതെയും പൂരം കാണാൻ വന്നവരെ ലാത്തിചാർജ് ചെയ്തും ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ പോലീസിന് നോൺവെജ് ഭക്ഷണം നൽകിയും പൂരം തകർക്കൽ പോലീസിനെ വെച്ച് നടപ്പാക്കുകയായിരുന്നു. ഇതിനെതിരെ പൂരവിശ്വാസികളും പൂരക്കമ്മിറ്റിക്കാരും പൂരം നിർത്തിവെച്ച് ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് കമ്മ്യൂണിസ്റ്റ് പദ്ധതി പാളിയത്. പൂരം മുടങ്ങാതിരിക്കാനാണ് അസുഖമായിട്ടും സുരേഷ് ഗോപി രംഗത്തിറങ്ങിയത്. തൃശൂരിലെ ജനത മണ്ടന്മാരല്ലാത്തതുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നും അനീഷ് കുമാർ പറഞ്ഞു. തൃശ്ശൂരിലെ ജനങ്ങൾ ആരും പൊട്ടന്മാരൊന്നുമല്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് വസ്തുതകൾ അംഗീകരിച്ച് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞ് തൃശ്ശൂരിലെ പൂരപ്രേമികളോടും ക്ഷേത്രവിശ്വാസികളോടും മാപ്പ് പറയാൻ സുനിൽകുമാറും ഇടതുപക്ഷവും തയ്യാറാക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യം. തൃശൂരിൽ താമര വിരിഞ്ഞപ്പോൾ 3 പേരുടെ ചെവിയിൽ ചെമ്പരത്തി വിരിഞ്ഞു. ഒന്ന് പ്രതാപന്റെ ചെവിയിലും രണ്ടാമത്തേത് കെ മുരളീധരന്റെ ചെവിയിലുമായിരുന്നു. മൂന്നാമത്തെ ചെമ്പരത്തി സുനിൽകുമാറിന്റെ ചെവിയിലാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു. തൃശ്ശൂരിൽ താമര വിരിഞ്ഞപ്പോൾ ആദ്യം ചെമ്പരത്തി പൂവ് ചെവിയിൽ വിരിഞ്ഞത് പ്രതാപന് തന്നെയാണ്. രണ്ടാമത്തെ ചെമ്പരത്തി പൂവ് പ്രതാപൻ കാലുവാരിയിട്ടുള്ള മുരളീധരന്റെ ചെവിയിലാണ്. മൂന്നാമത്തെ ചെമ്പരത്തി പൂവ് ഇന്നത്തോടുകൂടി മനസ്സിലായി അത് സുനിൽകുമാറിന്റെ ചെവിയിലാണ്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നതാണ് BJP നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് മോഷ്ടിച്ച് കടത്തി ഗുരുവായൂരിൽ ഉപേക്ഷിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 4:10 കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ് മോഷണം പോയത്. 4:13 കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് മുൻപിലെ CCTV ക്യാമറയിലും 4:19 ചാട്ടുകുളത്തെ CCTV ക്യാമറയിലും മോഷ്ടാവ് ബസ് ഓടിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ജീവനക്കാർക്ക് പാർക്ക് ചെയ്ത ബസ് എടുക്കാൻ എത്തിയപ്പോഴാണ് മോഷണവിവരം അറിയാൻ സാധിച്ചത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയിരുന്നു. ഇതിനിടയിലാണ് ഗുരുവായൂർ മേൽപ്പാലത്തിന് സമീപം ബസ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മുൻ ഡ്രൈവറായിരുന്ന യുവാവാണ് ബസ് കടത്തിയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും പരാതിയില്ലാത്ത സാഹചര്യത്തിൽ വിട്ടയച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സെപ്റ്റംബർ 5 തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹന്റെ അധ്യക്ഷതയിൽ ചേരുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം ബെന്നി ബഹനാൻ MP നിർവഹിക്കും. തൃശൂർ MLA കെ ബാലചന്ദ്രൻ കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന്റെ കമേഴ്ഷ്യൽ ലോഞ്ചിംഗ് നിർവഹിക്കും. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ആശംസ അർപ്പിക്കും. ഇസാഫ് ബാങ്ക് MD പോൾ തോമസ് സംരംഭകർക്ക് മുൻപിലെ വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംസാരിക്കും. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പിലാക്കിയ ആധുനികവൽക്കരണങ്ങളും ഫീച്ചറുകളും കൺവെൻഷൻ ചർച്ച ചെയ്യും. ഇതോടൊപ്പം സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും ഉണ്ടായിരിക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. കൺവെൻഷനു ശേഷം വൈകിട്ട് 5 മണി മുതൽ രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നൈറ്റും മെഗാ ഷോയും വേദിയിൽ നടക്കുമെന്ന് COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ, KCCL മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ PP, ഇൻഫോമീഡിയ മാനേജിംഗ് എഡിറ്റർ KV രാജൻ, COA തൃശൂർ ജില്ലാ സെക്രട്ടറി P ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് കേരള വിഷൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് കൂടി പ്രാപ്യമാവുന്ന രീതിയിൽ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേരള വിഷൻ ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. 1500 പേര് പങ്കെടുക്കും. ഈ കൺവെൻഷനിൽ തുടർന്നു വരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രസന്റേഷനുകളും സാങ്കേതികമായ മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളുമൊക്കെയാണ് ഉണ്ടാവുക. ഈ കൺവെൻഷന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത ഒരു സാമ്പത്തിക വർഷത്തിൽ എന്തൊക്കെ പദ്ധതികളെ സംബന്ധിച്ചാണ് മുൻഗണന നൽകേണ്ടതെന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടും. ഈ കൺവെൻഷനിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓപ്പറേറ്റർമാർ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രഗത്ഭരായ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ബെന്നി ബഹനാൻ MP ആണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV. ഗുരുവായൂർ തിരുവെങ്കടം കർണംകോട്ട് ബസ്താർ എന്നീ റോഡുകൾ നഗരസഭ അടയ്ക്കുകയാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. റെയിൽവേ മേൽപ്പാലം ഇപ്പോഴും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ നിയന്ത്രണത്തിലാണ്. കഴിഞ്ഞ ദിവസം മേൽപ്പാലത്തിന് സമീപം ഇരുമ്പ് ഗേറ്റ് സ്ഥാപിച്ചതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് നഗരസഭയോ PWDയോ പോലീസോ സ്ഥാപിച്ചതായിരുന്നില്ല.
നഗരസഭ ഗേറ്റ് സ്ഥാപിച്ച് റോഡ് അടയ്ക്കാനുള്ള നീക്കം നടത്തുകയാണെന്ന് ആരോപിച്ച് UDF സമരം നടത്തിയിരുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള തിരുവെങ്കിടം കർണങ്കോട്ട് ബസാർ റോഡുകൾ നഗരസഭ തന്നെയാണ് പരിപാലിക്കുന്നത്. മേൽപ്പാലത്തിന് സമീപം റാമ്പ് സ്ഥാപിക്കുമ്പോൾ ഉയർന്നുവന്ന തർക്കങ്ങൾ നഗരസഭ ഇടപെട്ടാണ് പരിഹരിച്ചത്. മറ്റു പ്രചരണങ്ങളെല്ലാം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും വാസ്തവവിരുദ്ധവുമാണെന്നും ചെയർമാൻ M. കൃഷ്ണദാസ് CCTVയോട് പറഞ്ഞു. നഗരസഭയ്ക്ക് യാതൊരു അറിവുമില്ലാത്തൊരു കാര്യത്തെ നഗരസഭയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ഒന്നാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം തിരുവെങ്കിടം കർണംകൂട്ട് ബസാറിലെ റോഡുകൾ നഗരസഭയുടെ റോഡുകൾ എന്നുള്ള നിലയിൽ അതിൻ്റെ പരിപാലനം നഗരസഭ എല്ലാ സന്ദർഭങ്ങളിലും നടത്തി വരുന്നതാണ്. റാമ്പ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നം ഉയർന്നു വന്നപ്പോഴും നഗരസഭാ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ ഇടപെടുകയും ROBയുടെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തെറ്റായ വാർത്ത കൊടുത്ത് നഗരസഭയെ ജനങ്ങൾക്കിടയിൽ എഴുതി കാണിക്കാനുള്ള പരിശ്രമം പ്രതിഷേധാർഹമാണ്. ജനങ്ങൾ ഇത് മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യാത്രികർക്ക് ഭീഷണിയായിരുന്ന ചൂണ്ടൽ സെന്ററിലെ ഉണങ്ങിയ മരം മുറിച്ചു മാറ്റി. CCTV വാർത്തയെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ കൂറ്റൻ പ്ലാവ് മരം മുറിച്ചു മാറ്റിയത്. ചൂണ്ടൽ സെന്ററിലെ വ്യാപാര സമുച്ചയത്തിന് മുന്നിൽ ഉണങ്ങിയ നിലയിൽ കാലങ്ങളായി നിന്നിരുന്ന കൂറ്റൻ പ്ലാവുമരമാണ് യാത്രികർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഭീഷണിയായിരുന്നത്. മരത്തിന്റെ ഉണങ്ങിയ ഭാഗം ഏതു സമയത്തും നിലം പൊത്താവുന്ന നിലയിലായിരുന്നു. ഏറ്റവും തിരക്കേറിയ തൃശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ സെന്ററിലെ ദീർഘദൂര ബസ്സുകളുടെ സ്റ്റോപ്പിന് സമീപത്തായി സ്ഥിതി ചെയ്തിരുന്ന പ്ലാവിന്റെ കൊമ്പുകൾ വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിമാറ്റിയിരുന്നു. ബാക്കി നിർത്തിയ തടിയുടെ അടിഭാഗം ദ്രവിച്ച് മുകൾ ഭാഗം പൂർണ്ണമായും ഉണങ്ങിയ നിലയിലായിരുന്നു. സമീപത്തെ കെട്ടിടത്തിലെ വ്യാപാരികൾ ജീവന് അപകടം സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് ഓരോ നിമിഷവും തള്ളി നീക്കിയിരുന്നത്. യാത്രികർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഭീഷണിയായി മാറിയ ഉണങ്ങിയ മരം മുറിച്ചുമാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CCTVയിൽ ആഗസ്റ്റ് 11 വാർത്ത നൽകിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ മരം മുറിച്ചു നീക്കണമെന്ന ആവശ്യവുമായി പൊതുമരാമത്ത്, വനം വകുപ്പുകളെയും കളക്ടറെയും സമീപിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് അടിയന്തരമായി മരം മുറിച്ചുമാറ്റിയത്. ഇതോടെ യാത്രികരുടെയും വ്യാപാരികളുടെയും ആശങ്കയ്ക്ക് ശമനമായിരിക്കുകയാണ്. CCTV ന്യൂസ്, കേച്ചേരി. സത്യത്തെ അറിയുവാൻ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുമെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. പഴഞ്ഞി MD കോളേജിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസഫ് ചെറുവത്തൂർ, പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ PM റെജിമോൻ, ഡോക്ടർ G രാജീവ്, ഡോക്ടർ AM രാജി, മിനു മാത്യൂസ്, K റസിയ, മുൻ പ്രിൻസിപ്പൽമാരായ AO വർഗീസ്, MV കുര്യാക്കോസ്, യൂണിയൻ ചെയർമാൻ സച്ചിൻ, CK മോഹൻ എന്നിവർ സംസാരിച്ചു. മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഗുരുക്കന്മാരെല്ലാം ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് ജ്ഞാനം മറ്റുള്ളവർക്ക് നൽകുന്ന കൈവിളക്കുകളാണ് എന്ന് എല്ലാ മതങ്ങളിലും മത ഭാഷണങ്ങളിലുമൊക്കെ നമ്മൾ വായിക്കുന്നു. വെളിച്ചത്തെ അറിയുവാൻ, ദൈവമാവുന്ന വെളിച്ചത്തെ അറിയുവാൻ വിദ്യാഭ്യാസം നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ഒരു നിയോഗം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ബോധ്യമുണ്ടാകും. PMAY ഭവന പദ്ധതി CPM രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന ആരോപണം. ചാവക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു. പുന്ന 5-ാം വാർഡിലെ ഒരു ഗുണഭോക്താവിനെ അതിദാരിദ്ര്യ പദ്ധതി പ്രകാരം പാസായ വീടു സംബന്ധിച്ച് ആ കുടുംബത്തിനോട് പാർട്ടി നേതാവും ചെയർപേഴ്സണും ചേർന്ന് പാർട്ടിയുടെ പേര് പറഞ്ഞ് തങ്ങളുടെ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പദ്ധതി CPMന്റെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ നഗരസഭാ ചെയർപേഴ്സൺ നേതൃത്വം കൊടുക്കുന്നു എന്നാരോപിച്ചാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. KV സത്താർ, ബേബി ഫ്രാൻസിസ്, അസ്മത്ത് അലി, ഫൈസൽ കാനമ്പള്ളി, PK കബീർ, ജോയ്സി ടീച്ചർ, സുപ്രിയ രാമേന്ദ്രൻ, ഷാഹിദ പേള തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. എൻ്റെ വാർഡിൽ ഒരു അതിദരിദ്രത്തിൽപ്പെട്ട 2 അവശത അനുഭവിക്കുന്ന 2 സ്ത്രീകളുണ്ട്. അവർക്ക് 3 സെന്റ് ഭൂമിയുണ്ട്. അവർക്ക് വീടില്ല. ഒരു ഷീറ്റിട്ട ഒരു വളരെ ശോചനാവസ്ഥയിലുള്ള ഒരു വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് PMAY വെച്ചിട്ട് വീട് പാസ്സായിട്ടുണ്ട്.
അപ്പം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ദിവസങ്ങളായി, മാസങ്ങളായി ഞാൻ കുടികെട്ടെടുക്കലും കുറേ പരിപാടികൾ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഓൺലൈനിൽ തന്നെ നമ്മൾ അതിൻ്റെ പ്ലാൻ പെർമിറ്റൊക്കെ എടുത്തു വെച്ചപ്പോൾ ഞങ്ങളുടെ വാർഡിലത്തെ ഒരു രാഷ്ട്രീയ നേതാവും ചെയർപേഴ്സൺ കൂടി ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ വീട് വെച്ച് തരാം. അപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, എനിക്ക് ഷാഹിദാത്ത എല്ലാതും ചെയ്തു തന്നിട്ടുണ്ട്, അവർ വീടിൻ്റെ എല്ലാ പണികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവർ നുണ പറയുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെ ഭരണമായതുകൊണ്ട് ഞങ്ങളാണ് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നുണ പറയുകയാണ് അവർ, അതുകൊണ്ട് നിങ്ങൾക്ക് വീട് ഞങ്ങൾ വെച്ച് തരാമെന്ന് ഇവർ പോയിട്ട് പറഞ്ഞിരിക്കുക. എന്നാൽ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ തിമിരം ബാധിച്ചുവെന്നും എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. കൗൺസിലർ വിചാരിച്ചാൽ നടക്കില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ചാവക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാർഡുകളിലും ഒരേപോലെയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. പ്രതിപക്ഷത്തിന്റെ വാർഡ് എന്ന് പറയുന്ന ഒരു വാർഡ് ഈ നഗരസഭയിൽ ഇല്ല. അവിടെ കൗൺസിലിൽ നമ്മൾ അവർക്കുള്ള അവസരമൊന്നും നിഷേധിച്ചിട്ടില്ല. നമ്മുടെ കൗൺസിൽ അജണ്ടയ്ക്ക് ശേഷം കൃത്യമായിട്ടും അവർക്ക് പറയാനുള്ള അവസരം നൽകുമെന്ന് പറഞ്ഞിട്ടും അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് അവർ ഈ കൗൺസിൽ യോഗത്തെ അലങ്കോലപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രതിപക്ഷം പറയുന്ന ഈ ആരോപണങ്ങൾ തികച്ചും അവാസ്തവമാണ് എന്ന്. പുനഃവിവാദത്തിൽ പ്രതിപക്ഷാരോപണം വാസ്തവവിരുദ്ധമാണെന്ന് പറഞ്ഞ ചെയർപേഴ്സൺ വീട്ടുകാരോട് പദ്ധതി സംബന്ധിച്ച വിശദാംശങ്ങൾ നഗരസഭാധ്യക്ഷ എന്ന നിലയിൽ വ്യക്തമാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്ന് വ്യക്തമാക്കി. കൗൺസിൽ യോഗത്തിൽ അജണ്ട വായിക്കുന്ന സമയം വാർഡ് കൗൺസിലർ ഷാഹിദ മുഹമ്മദ് വിഷയമുന്നയിച്ചപ്പോൾ ചട്ടപ്രകാരം അജണ്ട വായിച്ചതിനുശേഷം അവസരം നൽകാമെന്ന് പറഞ്ഞെങ്കിലും അത് ഗൗനിക്കാതെ പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നും ഷീജ പ്രശാന്ത് കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, ചാവക്കാട്. കുന്നംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായകളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 8 നായകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ആനായ്ക്കൽ, കള്ളഷാപ്പ്, സംഘമിത്ര പ്രദേശങ്ങളിലാണ് തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തെരുവ് നായ്ക്കളെ വിഷം നൽകി കൊലപ്പെടുത്തിയതാണെന്നാണ് സംശയം. ആദ്യ ദിവസങ്ങളിൽ സംഭവം പ്രദേശവാസികൾ കാര്യമാക്കിയിരുന്നില്ലെങ്കിലും പിന്നീട് കൂട്ടത്തോടെ നായ്ക്കൾ റോഡിലും പറമ്പുകളിലും ചത്തുകിടക്കുന്നത് കണ്ടതോടുകൂടിയാണ് ഈ രീതിയിലുള്ള സംശയം ഉയർന്നത്. ഇതോടെ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകി നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രദേശത്തെ മൃഗസ്നേഹികൾ അറിയിച്ചു. 500 ഇടവകയുടെ ചിരകാല സ്വപ്നമായ വൈദിക മന്ദിരം വെഞ്ചിരിപ്പ് കർമ്മം തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാറാണ്ടൂർ താഴത്ത് നിർവഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ, ഫാദർ മാത്യു പുതുപ്പള്ളിമാലിൽ, ഫാദർ ടോണി വാഴപ്പള്ളി, ഫാദർ ആന്റണി വടക്കൻ, ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. വൈകിട്ടു നടന്ന പൊതുസമ്മേളനത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. പാലയൂർ ഫൊറോന റെക്ടർ ഫാദർ ഡേവിസ് കണ്ണമ്പുഴ അനുഗ്രഹ പ്രഭാഷണവും മുൻവികാരി ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് വൈദിക മന്ദിര നിർമ്മാണാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. കൈക്കാര പ്രതിനിധി ജോയ് വിവിയും നിർമ്മാണ പ്രവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ അനുസ്മരിച്ചു. വൈദിക മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച വൈദികർ, കൈക്കാരന്മാർ, കൺവീനർമാർ, എഞ്ചിനീയർമാർ, കോൺട്രാക്ടർ എന്നിവർക്ക് ഇടവകയുടെ സ്നേഹോപഹാരം സമർപ്പിച്ചു. ഇടവക വികാരി ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ CL ജോസ് നന്ദിയും രേഖപ്പെടുത്തി. മുൻവികാരിമാർ, ഫൊറോനയിലെ വൈദികർ, ഇടവക സന്യസ്തർ, വിശ്വാസികൾ എന്നിവരും പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. CCTV ന്യൂസ്, പുന്നയൂർകുളം. CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ ആദ്യ ബ്രാഞ്ച് സമ്മേളനം കൊരട്ടിക്കരയിൽ നടന്നു. കൊരട്ടിക്കര പടിഞ്ഞാറ് ബ്രാഞ്ച് സമ്മേളനം തുടക്കം കുറിച്ചുകൊണ്ട് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പാർട്ടിയിലെ മുതിർന്ന അംഗമായ അബൂബക്കർ പതാക ഉയർത്തി. തുടർന്ന് നെസിക്കോ പാലസിൽ നടന്ന സമ്മേളനം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം K കൊച്ചനിയൻ ഉദ്ഘാടനം ചെയ്തു. അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വിബി രക്തസാക്ഷി പ്രമേയവും ഷിജു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ലോക്കൽ നോർത്ത് സെക്രട്ടറി അജിത് കുമാർ, PI രാജേന്ദ്രൻ, മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി മണികണ്ഠൻ സ്വാഗതവും രാജേഷ് നന്ദിയും പറഞ്ഞു. ജനുവരി 4, 5, 6 തീയതികളിൽ കുന്നംകുളത്ത് വെച്ചാണ് ഇത്തവണ CPMന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. കുന്നംകുളത്ത് നടക്കുന്ന CBSE സ്കൂളുകളുടെ തൃശൂർ സഹോദയ അത്ലറ്റിക് മീറ്റ് ബുധനാഴ്ച സമാപിക്കും. കായികമേള സമാപിക്കാൻ കേവലം ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ 121 പോയിന്റോടെ ഇരവിമംഗലം BVB വിദ്യാമന്ദിറാണ് കിരീടപ്പോരിൽ മുന്നിൽ നിൽക്കുന്നത്. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന തൃശൂർ സഹോദയ CBSE വിദ്യാലയങ്ങളുടെ അത്ലറ്റിക് മീറ്റിൽ രണ്ടാം ദിന മത്സരങ്ങൾ പൂർത്തിയായപ്പോഴാണ് 121 പോയിന്റോടെ ഇരവിമംഗലം BVB വിദ്യാമന്ദിർ മുന്നിൽ നിൽക്കുന്നത്. 92 പോയിന്റോടെ മുളങ്ങുന്നത്തുകാവ് KMB വിദ്യാമന്ദിർ തൊട്ടുപിന്നിലുണ്ട്. 80 പോയിന്റോടെ തിരുവമ്പാടി ദേവമാത CMI പബ്ലിക് സ്കൂൾ മൂന്നാമതായും തുടരുന്നു. സ്പ്രിന്റ്, ഹൈജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, 4x100 മീറ്റർ റിലേ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി 25ഓളം ഇനങ്ങളിലുള്ള മത്സരങ്ങളാണ് രണ്ടാം ദിനത്തിൽ പൂർത്തിയായത്. ശക്തമായ മത്സരങ്ങളാണ് രണ്ടാം ദിനത്തിലും നടന്നത്.
മഴ ഇടയ്ക്ക് പെയ്തെങ്കിലും ആവേശത്തിന് കുറവുണ്ടായില്ല. മികച്ച സാങ്കേതിക സംവിധാനങ്ങളും ഗ്രൗണ്ടിലൊരുക്കിയിരുന്നു. കായികമേളയ്ക്ക് ബുധനാഴ്ച സമാപനമാകും. വ്യക്തിഗത ചാമ്പ്യന്മാർക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. സമ്മേളനത്തിൽ കുന്നംകുളം നഗരസഭാധ്യക്ഷ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും. MK ശ്രീരാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം നഗരസഭയിലെ രണ്ടാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നാടിന് സമർപ്പിച്ചു. 13-ാം വാർഡ് ചൊവ്വന്നൂരിലാണ് ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ സഹകരണത്തോടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആരംഭിച്ചത്. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർമാരായ പ്രവീണ ഭവേഷ്, ബിനു പ്രസാദ്, ബീന രവി, AS സുജീഷ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷിജി, DPM P സജീവ് കുമാർ, CCM ആറ്റ്ലി P ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാഥമിക ആരോഗ്യ പരിരക്ഷ കൂടുതൽ ഉറപ്പുവരുത്താനുള്ള ആരോഗ്യ പരിപാലന കേന്ദ്രം എന്ന നിലയിലാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സജ്ജമാക്കിയത്. എരുവപ്പെട്ടി കുട്ടഞ്ചേരി സ്കൂളിലെ പുതിയ കെട്ടിടത്തിൽ നിന്ന് ഫാനുകളും ലൈറ്റുകളും ഊരിക്കൊണ്ടുപോകുവാൻ ശ്രമം. വിവരമറിഞ്ഞെത്തിയ PTA SRG കമ്മിറ്റി അംഗങ്ങൾ ഇത് തടഞ്ഞു. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഈ കെട്ടിടത്തിൽ നിന്നാണ് PWD ഇലക്ട്രിക്കൽ AEയുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളികൾ ഫാനുകളും ട്യൂബ് ലൈറ്റുകളും ഊരിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കെട്ടിടത്തിലെ ക്ലാസ് മുറികൾക്കാവശ്യമായ ഫാനുകളും ട്യൂബ് ലൈറ്റുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് 2 ഫാനുകളും 4 ട്യൂബ് ലൈറ്റുകളുമാണ് എസ്റ്റിമേറ്റ് തുകയേക്കാൾ ഫണ്ട് കൂടുതലാണെന്നും പറഞ്ഞ് ഇലക്ട്രിക് വിഭാഗം കരാറുകാരന്റെ തൊഴിലാളികൾ ഊരിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കി സ്കൂളിന് കൈമാറിയ കെട്ടിടത്തിൽ നിന്ന് സ്കൂൾ അധികൃതരെ അറിയിക്കാതെയാണ് കരാറുകാരൻ ഇതിന് ശ്രമിച്ചത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ PTA പ്രസിഡന്റ് OV ഷനോജ്, SRG കൺവീനർ K മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇവരുടെ ശ്രമം തടഞ്ഞ് തൊഴിലാളികളെ തിരിച്ചയച്ചു. ഇലക്ട്രിക്കൽ AEയുടെയും കരാറുകാരന്റെയും നടപടി പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. CCTV ന്യൂസ് എരുമപ്പെട്ടി. ചാവക്കാട് ബീച്ചിൽ കടലിൽ ചാടിയ യുവതിയെ നാട്ടുകാർ രക്ഷിച്ചു. എടക്കഴിയൂർ സ്വദേശി 23 വയസ്സുള്ള യുവതിയാണ് കടലിൽ ചാടിയത്. ഉടനെ യുവതിയെ നാട്ടുകാർ ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. യുവതിയുടെ നില ഗുരുതരമല്ല. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയൻ മേഖലാ മാർച്ചും ധർണയും നടത്തി. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കൂട്ടുങ്ങൽ ചതുരത്തിൽ സമാപിച്ചു. തുടർന്ന് ധർണ NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം B സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VS ഗോകുൽ അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് V വിമോദ് സ്വാഗതവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KC ഗിരീഷ് നന്ദിയും പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അംബിക ചാത്തു, പ്രേംരാജ് KR, അരുൺ MV, അരുൺ വിജയ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ജില്ലയിൽ തൃശൂർ, ചാലക്കുടി, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലും ധർണ നടന്നു. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പഞ്ചായത്തിന്റെ 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച സോളാർ പാനലിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ സ്റ്റേജിന്റെയും ഉദ്ഘാടനം നടന്നു. 10 ലക്ഷം രൂപ വിനിയോഗിച്ച് അനർട്ട് ഏജൻസി വഴിയാണ് സോളാർ പാനൽ സ്ഥാപിച്ചത്. പദ്ധതി പ്രകാരം സ്കൂളിന്റെ വൈദ്യുത ബിൽ പ്രതിമാസം 10,000 രൂപയോളം ലാഭിക്കാനാകും. 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്റ്റേജിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ VG ദീപു പ്രസാദ്, വിമല പ്രഹ്ലാദൻ, PK യശോദ, പഞ്ചായത്ത് അംഗം VK സേതുമാധവൻ, പ്രധാന അധ്യാപിക ഉഷാകുമാരി, അനർട്ട് എഞ്ചിനീയർ KV പ്രയാഷ്, PTA പ്രസിഡന്റ് NS സജീഷ് എന്നിവർ സംസാരിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഗുരുവായൂർ താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഗണേശോത്സവം ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വിഗ്രഹം ബുധനാഴ്ച ഗുരുവായൂരിലെത്തും. വൈകിട്ട് 4-ന് മഞ്ജുളാൽ പരിസരത്തെത്തുന്ന വിഗ്രഹത്തെ വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയിൽ ഹാരാർപ്പണം നടത്തി സ്വീകരിക്കും. തുടർന്ന് ഘോഷയാത്രയായെത്തി കിഴക്കേനടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം സ്ഥാപിക്കും. ക്ഷേത്രമോദിക്കൻ മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 3 ദിവസം ഗണപതി ഹോമം, ഭജന, ദീപാരാധന എന്നിവ നടത്തും. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സന്ധ്യ നടക്കും. സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. ഗണേശോത്സവം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ മുതിർന്ന കാര്യകർത്താക്കളായ PK വിശ്വനാഥൻ, അഡ്വക്കേറ്റ് A വേലായുധൻ, TV ശ്രീനിവാസൻ എന്നിവരെ ആദരിക്കും. അഖില ഭാരത അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി സ്വാമി അയ്യപ്പദാസ് മുഖ്യപ്രഭാഷണം നടത്തും. വിനായക ചതുർത്ഥി ദിനമായ ശനിയാഴ്ച ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുതും വലുതുമായ 300ഓളം ഗണേശ വിഗ്രഹങ്ങൾ ഗുരുവായൂരിലെത്തും. ഉച്ചയ്ക്ക് 1:30 വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി
മുതുവട്ടൂർ വഴി ചാവക്കാട് ദ്വാരക കടപ്പുറത്ത് എത്തിച്ച് കടലിൽ നിമജ്ജനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സമ്മേളനം സ്വാഗത സംഘം ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ധർമ്മജാഗരണ പ്രമുഖ വി.കെ. വിശ്വനാഥൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ.എസ്. പവിത്രൻ, ടി.പി. മുരളി, പി. വത്സലൻ, എം.വി. രവീന്ദ്രനാഥ്, രഘു ഇരിങ്ങപ്പുറം, സൂര്യൻ പൊന്നരാശ്ശേരി, ദീപക് ഗുരുവായൂർ, പി. ലോഹിതാക്ഷൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ നഗരസഭയും കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി വയോജനങ്ങൾക്കായി ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ടൗൺ ഹാൾ കിച്ചൺ ബ്ലോക്കിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ അധ്യക്ഷത വഹിച്ചു. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A. നിസാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നഗരസഭ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രീഷ്മ ബാബു പദ്ധതി വിശദീകരണം നിർവഹിച്ചു. 60 വയസ്സിന് മുകളിലുള്ള 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ്, കൗൺസിലർമാരായ KP ഉദയൻ, മുനീറ അഷ്റഫ്, ബിബിത മോഹൻ, ലത സത്യൻ, ഡോക്ടർ KV അശ്വതി, ഡോക്ടർ KS ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ പുതിയ ബസ് റൂട്ട് നിശ്ചയിക്കുവാനും ട്രാഫിക് പരിഷ്കാരത്തിനുമായി ബസ് ഉടമ സംഘടനാ ഭാരവാഹികളുടെ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. കേച്ചേരി മണലി റൂട്ടിൽ കൂടുതൽ ബസ് സർവീസ് നടത്തുന്നതിനും ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസ് നിർത്തുന്നതിനും അനധികൃത ഓട്ടോറിക്ഷ പാർക്ക് നിർത്തണമെന്നും യോഗത്തിൽ ബസ് ഉടമസ്ഥ സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. റോഡിന്റെ മോശം അവസ്ഥ പരിഹരിക്കുക, കേച്ചേരി സെന്ററിൽ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ടുപോകുന്നതിനും നിർത്തിവച്ചിട്ടുള്ള ബസ് സർവീസ് പുനഃസ്ഥാപിക്കുന്നതിനും റോഡിന്റെ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വഴിയോര കച്ചവടം ഉടൻ നീക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ബസ് ഉടമ സംഘടനാ ഭാരവാഹികൾ ഉന്നയിച്ചു. പോലീസ്, RTO, രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, സന്നദ്ധ സംഘടനകൾ, വനിതാ സംഘടനകൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരുടെ ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സേതുമാധവൻ, കുന്നംകുളം മേഖലാ പ്രസിഡന്റ് KK ഷാജഹാൻ, മേഖലാ ഭാരവാഹികളായ ബൈജു തലക്കോട്ടുകര, ജോമോൻ ജോയ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹ യജ്ഞം ആറാട്ടോടുകൂടി ഭാഗവത സംഗ്രഹ പാരായണത്തോടെ സമാപിച്ചു. താളത്തോടുകൂടിയുള്ള ഘോഷയാത്രയുടെ അകമ്പടിയോടെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടന്നു. നിവേദ്യമായി പായസം, തേൻ വിതരണം എന്നിവയുണ്ടായി. മങ്ങാട് മുരളീധരൻ നമ്പീശൻ യജ്ഞാചാരണം, രാധാദേവി യജ്ഞ പൗരാണികയുമായി. സപ്താഹ യജ്ഞത്തിന് മങ്ങാട്ടുകാവ് ദേവസ്വം പൂരം സംയുക്ത കമ്മിറ്റി നേതൃത്വം നൽകി. ഓണത്തോടനുബന്ധിച്ച് കടങ്ങോട് പഞ്ചായത്ത് നേതൃത്വത്തിൽ ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. 11-ാം വാർഡിലെ ആദൂരിൽ കുറ്റിയിൽ മുഹമ്മദ് കുട്ടിയുടെ തോട്ടത്തിൽ ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യ വിളവെടുപ്പിൽ പ്രസിഡന്റ് മീന സാജൻ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ആവശ്യമുള്ള ഓണത്തിന് അത്തം തൊട്ട് നമ്മുടെ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ 10 ദിവസം ഇടുവാനുള്ള പൂക്കളത്തിന് ആവശ്യമുള്ള പൂ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. കുടുംബശ്രീയെ നല്ലൊരു നെറ്റ്വർക്കായി ഉപയോഗിച്ച് ഇതിന് മാർക്കറ്റിംഗ് കൂടി അങ്ങനെ ഉള്ളൊരു ഇടപെടൽ കൂടി നമുക്ക് നടത്തി നോക്കാം. ഏകദേശം 1/2 ഏക്കർ സ്ഥലത്ത് 3 നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കളാണ് മുഹമ്മദ് കുട്ടി കൃഷി ചെയ്തത്. ഭാര്യ ഉമ്മു സൽമയാണ് കൃഷി പരിപാലിച്ചത്. സബ്സിഡിയോടെ 10,000 ചെണ്ടുമല്ലി തൈകൾ പഞ്ചായത്ത് വിവിധ കർഷകർക്കായി നൽകിയിട്ടുണ്ട്. കടങ്ങോട് കൃഷിഭവന്റെ മേൽനോട്ടത്തിലാണ് പൂക്കൃഷി ചെയ്തിട്ടുള്ളത്. വിളവെടുപ്പ് ചടങ്ങിന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, ബ്ലോക്ക് മെമ്പർ KK മണി, വാർഡ് മെമ്പർ PA മുഹമ്മദ് കുട്ടി, കൃഷി ഓഫീസർ വിപിൻ പൗലോസ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഓണത്തിന് ഒരു വട്ടി പൂവ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി CPM ബ്രഹ്മകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഓണവിപണിക്ക് വേണ്ടി 50 സെന്റ് സ്ഥലത്ത് ആരംഭിച്ച പൂക്കൃഷിയുടെ വിളവെടുപ്പ് CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം BR സന്തോഷ് അധ്യക്ഷനായി. എളവള്ളി പഞ്ചായത്ത് അംഗം ശ്രീബിത ഷാജി, VK മോഹനൻ, KV ഷാജു എന്നിവർ സംസാരിച്ചു. തുടർ ദിവസങ്ങളിൽ വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബ്രാഞ്ച് സെക്രട്ടറി TC ശ്രീജിത്ത് അറിയിച്ചു. ചാവക്കാട് ഏനമാവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വ്യത്യസ്ത സമരവുമായി മുസ്ലിം യൂത്ത് ലീഗ്. റോഡിലെ കുഴികളിലേക്ക് കൃത്യമായി ബോൾ അടിക്കുന്നവർക്ക് സമ്മാനം നൽകിക്കൊണ്ട് കിക്ക് ഓഫ് കുഴി എന്ന പേരിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്.
യൂത്ത് ലീഗ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജകമണ്ഡലം ട്രഷറർ ലത്തീഫ് പാലയൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ചാവക്കാട് മുനിസിപ്പൽ പ്രസിഡന്റ് ഹാഷിം മാലിക് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി RV കബീർ ഫൈസി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ഫൈസൽ കാനാമ്പുള്ളി, ജനറൽ സെക്രട്ടറി PM അനസ്, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷജീർ പുന്ന, മണ്ഡലം വൈസ് പ്രസിഡന്റ് റിയാസ് KM എന്നിവർ സംസാരിച്ചു. റോഡിലെ കുഴികൾ പാച്ച് വർക്ക് നടത്താതെ മുഴുവനായും റീടാർ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്ന് മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരങ്ങൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യൂത്ത് ലീഗ് മുനിസിപ്പൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആരിഫ് പാലയൂർ സ്വാഗതവും സ്വാലിഹ് മണത്തല നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് ചാവക്കാട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഫിലോസഫി പരീക്ഷയിൽ 1ാം റാങ്ക് സ്വന്തമാക്കിയ ചാലിശ്ശേരി പറമ്പിൽ പീടികയിൽ ഫാത്തിമത്ത് തൻസിയയെ ചാലിശ്ശേരി CPM മെയിൻ ബ്രാഞ്ച് ആദരിച്ചു. മുൻ MLA TP കുഞ്ഞുണ്ണി ഉപഹാരം സമ്മാനിച്ചു. VS ശിവാസ്, CK സുരേന്ദ്രൻ, MV റെജി, CK രവി, കൃഷ്ണവേണി TV എന്നിവർ പങ്കെടുത്തു. SSLC +2 പരീക്ഷകളിലെ മികച്ച വിജയം സ്വന്തമാക്കിയ ഫാത്തിമത്ത് തൻസിയ തൃശൂർ കേരളവർമ്മ കോളേജിലാണ് ബിരുദ പഠനം പൂർത്തിയാക്കിയത്. പ്രവാസിയായ അലിയാർ സാജിദ ദമ്പതികളുടെ മകളാണ്. മന്ദലാംകുന്ന് GFUP സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് V സമീർ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിത ക്ലബ്ബുകളുടെ ഉദ്ഘാടനം പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രനും നിർവഹിച്ചു. 5-6 ക്ലാസുകളിലെ കുട്ടികൾക്ക് പ്രത്യേക ഇംഗ്ലീഷ് ഭാഷാ പരിശീലനം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളതാണ് ELEP പദ്ധതി. പൈലറ്റ് പ്രോഗ്രാമായി സംസ്ഥാനത്തെ 163 സ്കൂളുകളിൽ ഒരു ഉപജില്ലയിൽ 1 എന്ന നിലയിലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ചാവക്കാട് ഉപജില്ലയിൽ മന്ദലാംകുന്ന് GFUP സ്കൂളിന് മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പദ്ധതി നടപ്പിലാക്കുന്നതിന് ഒരു അധ്യാപികയെയും നിയമിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന്, പദ്ധതി അധ്യാപിക ജോവിയ ബാബു എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ TK അനീസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പുനയൂർകുളം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പഴഞ്ഞി ഏരിയ കമ്മിറ്റി CR ജയൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിന്റെയും പഠന ക്ലാസിന്റെയും ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് PJ ജോൺസൺ നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് ലത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷീല പോൾസൺ സ്വാഗതം പറഞ്ഞ യോഗത്തിന് ട്രഷറർ ഫിലോമിന നന്ദി പറഞ്ഞു. YMCA ഗുരുവായൂരിന്റെയും ലിറ്റിൽ ഫ്ലവർ കോളേജ് NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്രദാന ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെന്നി തേരസ് ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. 6 മാസത്തിനകം 5000 നേത്രദാന സമ്മതപത്രങ്ങൾ സ്വീകരിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകി. അഡ്വക്കേറ്റ് PF ജോയ് ബോധവൽക്കരണ സന്ദേശം നൽകി. NK ലോറൻസ്, CD ജോൺസൺ, ജോസ് ലൂയിസ്, ജെയ്സൺ ആളൂക്കാരൻ, സണ്ണി ചീരൻ, പോളി ഫ്രാൻസിസ്, CV ജെയ്സൺ, ഡാഡി തോമസ്, ജോഫി കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉരുമനിയൂർ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. ഉരുമ പ്രസിഡന്റ് VK കബീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അവാർഡ് ദാനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KJ ചാക്കോ, RM കബീർ, TU അഷ്റഫ്, VP അലി, ബഷീർ, NK ലത്തീഫ്, ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. VK ഷംസുദ്ദീൻ സ്വാഗതവും PK ഫസലുദ്ദീൻ നന്ദിയും പറഞ്ഞു. പഴയകാല കാർഷിക ഗൃഹോപകരണങ്ങളുടെ മാതൃക നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് എരുമപ്പെട്ടി ഉമ്മിക്കുന്ന് വീരത്ത് വളപ്പിൽ മോഹനൻ. സ്വന്തം വീട്ടുമുറ്റത്ത് പ്രദർശനവും മോഹനൻ ഒരുക്കിയിട്ടുണ്ട്. പഴയകാല സംസ്കാരത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് മോഹനൻ വിസ്മൃതിയിലായ ഗൃഹോപകരണങ്ങളുടെയും കാർഷികോപകരണങ്ങളുടെയും മാതൃകകൾ നിർമ്മിച്ചിട്ടുള്ളത്. വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഈർക്കിലിച്ചൂലും അമ്മിയും ഉരലും പാളത്തൊട്ടിയും ഉറിയും പറകളും മുറവുമെല്ലാം മോഹനന്റെ കരകൗശല വസ്തുക്കളുടെ ശേഖരത്തിലുണ്ട്. കാളവണ്ടി, കാർഷികോപകരണങ്ങളായ നുകം, കലപ്പ, നിലപ്പലക, ജലചക്രം, തുമ്പി, തേക്കൊട്ട എന്നിവയുടെ മാതൃകയും നിർമ്മിച്ചിട്ടുണ്ട്. കളരി ആയുധങ്ങളായ ഉർമിയും പരിചയും സംഗീത ഉപകരണങ്ങളും യന്ത്ര ഊഞ്ഞാലും ഉൾപ്പെടെ മോഹനന്റെ കരവിരുതിൽ പിറവിയെടുത്ത ഒട്ടനവധി മാതൃകകൾ
പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. മകൻ മുകേഷിന്റെ മകൾ 7 വയസ്സുകാരിയായ ദക്ഷയും അച്ചാച്ചന് സഹായിയായി കൂടെയുണ്ട്. ഇതുണ്ടാക്കാനുള്ളൊരു മനസ്സ് വരാൻ കാരണം എന്താ വെച്ചെങ്കിൽ പഴയകാല സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നത് നമ്മുടെ നാട്ടിൽ പുറത്ത് കാണാനില്ലാത്തതുകൊണ്ട് എനിക്ക് അതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള മനസ്സിൽ നിന്ന് അതൊക്കെ എല്ലാം വിട്ടെറിഞ്ഞ് പോയൊരു സാഹചര്യത്തിലായ കാരണം ഉണ്ടാക്കി ഇന്നത്തെ ജനറേഷന് കാണിക്കണമെന്നൊരാഗ്രഹം. അവരത് കണ്ടുപഠിക്കണം. ആ വക മുതലുകളുണ്ട് വെച്ചെങ്കിൽ ഇന്ന് മാനസികമായിട്ട് ശാരീരികമായിട്ടും ആർക്കും രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ കണക്കൂട്ടിക്കുന്നത്. ഇതൊക്കെ മിഷനറികൾ വന്നപ്പോൾ ഒക്കെ കാലങ്ങൾ മാറിപ്പോയി. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞാനത് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ കുറേശ്ശെ പാട്ട് പാടും. അതിൻ്റെ ഒരു കരോക്കെ ഗ്രൂപ്പും ചാരിറ്റിയൊക്കെ ആയിട്ട് നടക്കുക കാരണം ആ ഒരു സ്റ്റേജും കൂടി ഇവിടെ ഞാൻ ഞായറാഴ്ച പാടാറുണ്ട്. എൻ്റെ കൂട്ടുകാർ വരണ്ട്. അങ്ങനെ രണ്ടും കൂടി ആകുമ്പോൾ ഇനിയുള്ള കാലം മനസ്സിന് സന്തോഷകരമായിട്ട് ജീവിക്കണം ഒരാഗ്രഹം. ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പാട്ടും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നടക്കും. അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആയുധങ്ങളില്ല, ആകെയുള്ള ആയുധമാണത്. ഇതന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആയുധം 3 എണ്ണം. ഈ 3 വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എരുമപ്പെട്ടി INTUC ചുമട്ടുതൊഴിലാളിയായിരുന്നു 60-കാരനായ മോഹനൻ. മികച്ച ഗായകൻ കൂടിയായ മോഹനൻ തൊഴിലിൽ നിന്നും വിരമിച്ചതിനു ശേഷം ചാരിറ്റി സംഘടനകൾക്ക് വേണ്ടി തെരുവ് ഗാനമേളയിലും പങ്കെടുക്കാറുണ്ട്. സെപ്റ്റംബർ 8-ന് വീട്ടുമുറ്റത്തൊരുക്കിയിട്ടുള്ള പ്രദർശനശാലയുടെ ഉദ്ഘാടനം നടക്കും. CCTV ന്യൂസ്, എരുമപ്പെട്ടി. AIYF വടക്കേക്കാട് മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച 15,000 രൂപ കൈമാറി. വയനാടിന് ഒരു കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബിരിയാണി ചലഞ്ച് ഒരുക്കിയത്. മേഖലാ സെക്രട്ടറി KJ ജഗന്നാഥ്, ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി ബിനീഷ് ചില്ലിക്കനെ കൈമാറി. ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി VM മനോജ്, മേഖലാ കമ്മിറ്റി അംഗം PS കിരൺ, UK പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ജനതയ്ക്കായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഭവന നിർമ്മാണ ഫണ്ടിലേക്കുള്ള ധനസമാഹരണത്തിനായി ചാവക്കാട് മണ്ഡലം കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷിഹാബ് മണത്തൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണ മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി സൂരജ്, HM നൌഫൽ, കോൺഗ്രസ് നേതാക്കളായ PV ബദറുദ്ദീൻ, MS ശിവദാസ്, KM ഷിഹാബ്, അഷ്റഫ് ബ്ലാങ്ങാട്, ഋഷി ലാസർ, KK സഫർ ഖാൻ, TS ഷൗക്കത്ത്, അനിത ശിവൻ എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുന്നൂർക്കുളം ഏരിയയുടെ നേതൃത്വത്തിൽ CR ജയൻ അനുസ്മരണവും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ ട്രഷറർ ബിന്ദു ഉദയൻ, ഉണ്ണികൃഷ്ണൻ, ജയൻ, ഭാനുജം എന്നിവർ സംസാരിച്ചു. MK സുന്ദരൻ സ്വാഗതവും വടക്കേക്കാട് യൂണിറ്റ് ട്രഷറർ MV പ്രേമ നന്ദിയും പറഞ്ഞു. ഹരിത കേരളം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂളിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MV ധനീഷ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക PR വിജയശ്രീ, മാനേജ്മെന്റ് പ്രതിനിധി PP ഹരൻ, PTA പ്രസിഡന്റ് ഡോക്ടർ ഫസലു, MPTA പ്രസിഡന്റ് ധന്യ, ക്യാമ്പ് കോർഡിനേറ്റർ PS ഷബീന എന്നിവർ സംസാരിച്ചു. TN അനിൽകുമാർ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിനെതിരെയുള്ള കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. വടക്കേക്കാട് AC കുഞ്ഞുമോൻ ഹാജി കൾച്ചറൽ സെന്റർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തൈക്കോണ്ട് 38 കിലോ കാറ്റഗറിയിൽ ജില്ലാതല മത്സരത്തിൽ 1ാം സ്ഥാനം സ്വന്തമാക്കിയ മുഹമ്മദ് ഫവാസിനെ ആദരിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് വൈലേരി ഗോപാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി OM മുഹമ്മദ് അലി ഹാജി, ജോയിന്റ് സെക്രട്ടറി SK ഖാലിദ്, ട്രഷറർ കോട്ടയിൽ കുഞ്ഞുമോൻ എന്നിവർ ചേർന്ന് മൊമന്റോ കൈമാറി. വാർഡ് പ്രസിഡന്റ് അഷ്റഫ് പടിപ്പുര, ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി കുറുങ്ങാട്ടിൽ, OM കുഞ്ഞാപ്പു, OM മൊയ്തുണ്ണി, ജബ്ബാർ, KH മൊയ്തുണ്ണി എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് നാലാങ്കല സ്വദേശിയായ മുഹമ്മദ് ഫവാസ് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. മലയാളികളുടെ പൊന്നോണ നാളിനെ എതിരേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നന്നമുക്ക് പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് സംയുക്തമായി ഒരുക്കിയ കൃഷി പദ്ധതിയിലൂടെ കുടുംബശ്രീ CDS അംഗങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നടത്തിയ പുഷ്പ പച്ചക്കറി കൃഷികളുടെ വിളവെടുപ്പ് വ്യാഴാഴ്ച നടക്കും. CDS ചെയർപേഴ്സൺ MK സുനിതയുടെ നേതൃത്വത്തിൽ അംഗങ്ങളായ MS സുനിത, NC ശ്രീജ, പ്രേമലത, ഉഷ, ലത എന്നിവർ സമൃദ്ധമായ വിളവെടുപ്പിനായി 2 മാസമായി കൃഷിയിടത്തിൽ സജീവമായിരുന്നു. പൂക്കൃഷിക്കായി പ്രസിഡന്റും മറ്റു പഞ്ചായത്ത് അംഗങ്ങളും പരിപൂർണ പിന്തുണ നൽകിയത് ഏറെ സഹായകരമായതായി CDS ചെയർപേഴ്സൺ പറഞ്ഞു. ചെയ്യാനായിട്ട് നമ്മുടെ നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിലത്തെ മെമ്പർമാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചെണ്ടുമല്ലിയുടെ ഭാഗങ്ങൾ, തൈകൾ ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളുടെ ഒപ്പം നിന്നിട്ടാണ് ഞങ്ങൾ ഇത്രയും പൂക്കൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളത്. ഞങ്ങൾ 2 വർഷമായി ഇപ്പോൾ
ഈ പൂച്ചെണ്ട് കൃഷി ചെയ്യണം. ചെണ്ടുമല്ലി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വേഗം പൂട്ടു എന്ന് പറയാം ഈ പ്രാവശ്യം. കാരണം നമുക്ക് CDSൽ കൃഷി ചെയ്യാനായിട്ട് ഒരുപാട് ജയജ ഗ്രൂപ്പുകളുണ്ട്. എങ്കിലും ഒരു CDS മെമ്പർമാർ മാത്രമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് ചാരുത. നന്നമുക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻവശം ആകെയുള്ള 2 ഏക്കർ സ്ഥലത്താണ് 2 തട്ടുകളിലായി കൃഷി നടത്തിയത്. 1000-ലധികം ചെണ്ടുമല്ലി, വാടാർമല്ലി പൂക്കളുടെ തൈകൾ നട്ടു. കൂടാതെ വെണ്ട, വഴുതനങ്ങ, തക്കാളി, പയർ, മുളക് തുടങ്ങിയ പച്ചക്കറികളും കൃഷി ചെയ്തു. 2ാം വർഷമാണ് ഇവർ പൂക്കൃഷി ഒരുക്കിയത്. മനുഷ്യരിൽ പ്രകൃതിയുടെ സ്നേഹം വളർത്താനുള്ള 6 പേരുടെ പ്രയത്നം മാതൃകയായി. എല്ലാ ദിവസവും 2 നേരങ്ങളിൽ കൃഷിത്തോട്ടത്തിലെത്തും. മഴക്കെടുതിയുടെ പ്രതിസന്ധി അതിജീവിച്ചാണ് കൃഷി നടത്തിയത്. അത്തം മുതൽ പൂക്കൾ വിളവെടുപ്പ് നടത്തി വിൽപ്പന നടത്താനും പച്ചക്കറികൾ ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തിക്കാനുമാണ് അംഗങ്ങളുടെ പദ്ധതി. അത്തം നാളിൽ വ്യാഴാഴ്ച പൂക്കൾ വിളവെടുപ്പ് നടത്തും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. മർത്തങ്കോട് മാർ പീലക്സിനോസ് മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂളിലെ നവകെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത സഹകാർമ്മികനായി. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഫാദർ സക്രിയ കൊള്ളനൂർ, ഫാദർ സജി വർഗീസ് കൂളങ്ങാട്ടിൽ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാസ് സാജൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പത്മിനി ടീച്ചർ, മുൻ പ്രധാന അധ്യാപകർ, PTA പ്രസിഡന്റ്, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്ക് വേണ്ടി പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് നേതൃത്വത്തിൽ സ്നേഹസിര രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 200-ലധികം പേർ പങ്കെടുത്ത ക്യാമ്പിൽ സ്കൂൾ പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ MP, പ്രിൻസിപ്പൽ ജനീർലാൽ AJ, PTA പ്രസിഡന്റ് അലി PM, PTA മെമ്പർ സാബു ഐനൂർ, വോളണ്ടിയർ ലീഡർമാരായ യാദവ് കൃഷ്ണ, നസ്വ ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിന് തൃശൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷയയും സംഘവും നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കേച്ചേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ ജില്ലാ ട്രഷറർ CR ജയൻ അനുസ്മരണവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. വെള്ളാട്ടഞ്ഞൂർ വാർഡ് വികസന ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് VO ജോസ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി PM ജയന്തി സ്വാഗതവും ജോസ്ഫിന നന്ദിയും പറഞ്ഞു. കമ്മിറ്റി അംഗങ്ങളും SHG കൺവീനർമാരും പങ്കെടുത്തു. തയ്യൂർ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തയ്യൂർ സ്കൂൾ റോഡ് വൃത്തിയാക്കി. റോഡിന് ഇരുവശത്തും പുല്ലു വളർന്ന് കാട് പിടിച്ച നിലയിലായി കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് ഏറെ സൃഷ്ടിച്ചിരുന്നു. പഞ്ചായത്ത് മെമ്പർ വിമല നാരായണൻ കൂട്ടായ്മയിൽ അംഗങ്ങളെ അഭിനന്ദിച്ചു. വയലത്തൂർ താമരക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പുതിയ ഭരണസമിതി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ശിവപ്രസാദ് പൊന്നേത്ത, സെക്രട്ടറിയായി വാസു പാരത്തി, ട്രഷററായി രമേശ് കാളിയത്ത് തുടങ്ങിയവരെയാണ് തെരഞ്ഞെടുത്തത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6650 രൂപ, സ്വർണം പവന് 53,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചരമം മരത്തങ്കോട് പുതിയ മാത്തൂർ മഠത്തിൽ രാമൻ നായർ എന്ന കുട്ടൻ നായർ നിര്യാതനായി 84 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. സരോജിനി അമ്മ ഭാര്യയും പരേതനായ ഹരിദാസൻ, സിവിൽ പോലീസ് ഓഫീസർ ബിന്ദുരാജ്, ബാബുരാജ്, പ്രേമ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന ഗുരുതര ആരോപണവുമായി CPI നേതാവും തൃശൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ. പൂരം നടത്തിപ്പുകാർക്കും പോലീസിനും ഇതിൽ വ്യക്തമായ പങ്കെന്നും സുനിൽകുമാർ. പൂരം അലങ്കോലമാക്കിയതിന്റെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ഉത്തരവാദി ഇടതുപക്ഷം മാത്രമാണെന്ന് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് മോഷ്ടിച്ച് കടത്തി ഗുരുവായൂരിൽ ഉപേക്ഷിച്ചു. ബസ് കടത്തിക്കൊണ്ടുപോയത് മുൻ ഡ്രൈവറായിരുന്ന യുവാവ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പരാതിയില്ലാത്ത സാഹചര്യത്തിൽ വിട്ടയച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സെപ്റ്റംബർ 5-ന് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ. 2ാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നൈറ്റും മെഗാ ഷോയും ഇതോടൊപ്പം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. ഗുരുവായൂർ തിരുവെങ്കടം കർണംകോട്ട് ബസാർ എന്നീ റോഡുകൾ നഗരസഭ അടയ്ക്കുകയാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ M കൃഷ്ണദാസ്.
മറ്റ് പ്രചരണങ്ങളെല്ലാം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും വാസ്തവവിരുദ്ധമെന്നും ചെയർമാൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്കായി സന്ദർശിക്കുക www.cctv online.